ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇന്ന് ഹൗസ് മേറ്റ്സിന് രാവിലെ നൽകിയ മോർണിംഗ് ടാസ്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ബിഗ് ബോസ് ഷോ കഴിഞ്ഞതിന് ശേഷം വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും പ്രിയപ്പെട്ട ആരെയാണ് ഫോണിൽ ആദ്യമായി വിളിക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അനീഷ് വന്ന് പറയുന്നുണ്ടായിരുന്നു താൻ വിളിക്കാൻ പോകുന്നത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ സഹോദരനെയാണ്. തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും തൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിലെല്ലാം തൻ്റെ കൂടെ നിൽക്കുന്ന തൻ്റെ സഹോദരനെ ആയിരിക്കും താൻ ആദ്യം വിളിക്കാൻ പോകുന്നതെന്ന് അനീഷ് പറയുന്നു. ഇതിനുശേഷം ആര്യം വന്ന് പറയുന്നുണ്ട് എൻ്റെ ഫാമിലി ഞാൻ കാണുകയും ചെയ്തു, മാത്രമല്ല ഫാമിലി എപ്പോഴും എൻ്റെ ഒപ്പം തന്നെ കാണുമെന്ന് എനിക്കറിയാം. ഞാൻ വിളിക്കാൻ പോകുന്നത് എൻ്റെ ഫാമിലി പോലെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ്. അരുൺ, സണ്ണി, പൂജിത, ഇവർ രണ്ടുപേരെ ആയിരിക്കും ഞാൻ വിളിക്കാൻ പോകുന്നത്. അവരാണ് പൂജിതയാണ് എന്നെ ഈ ഷോയിലേക്ക് വരാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്തത്. ഞാനൊരു സിനിമ കരിയർ ആരംഭിക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫെയിം വേണം, അതിന് നിനക്കിത് ഗുണം ചെയ്യുമെന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ 2 സുഹൃത്തുക്കളാണ് അരുൺ, സണ്ണിയും പൂജിത. സോ ഞാൻ ഇവരെയാണ് വിളിക്കാൻ പോകുന്നതെന്ന് ആര്യം പറയുന്നുണ്ട്. അക്ബർ വന്ന് തൻ്റെ ഇത്രയും കാലം തൻ്റെ 15 വർഷത്തോളം തൻ്റെ കൂടെ നിന്നിട്ട് തൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ അനുമോൾ കരയുന്നുണ്ട്. അനുമോൾ ഇമോഷണലായിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്ന ആരും പിറകെ ചെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ അവൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് ഇമോഷണലാകുന്നു, അതായത് ഈ ഫാമിലീൻ്റെ ഇത് വരയ്ക്കുമ്പോൾ. അപ്പോൾ ആര്യൻ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്, മാത്രമല്ല അനുമോൾ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു ഫോൺ ടാസ്ക്കാണ്, നീ ആ ഒരു രീതിയിൽ ഇങ്ങ് കണ്ടാൽ മതി. എന്നിട്ട് വിളിക്കും, നിൻ്റെ അമ്മയെ വിളിച്ചിട്ട് പറയും ആര്യൻ ജയിച്ചു അമ്മ, ഞാൻ റണ്ണറപ്പായി. ആ രീതിയിൽ തമാശയൊക്കെയായിട്ട് ആര്യൻ അനുമോൾ അടുത്ത് പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞ് അനുമോളെ തിരിച്ച് ലിവിങ് റൂമിൽ വന്ന് ഇരിക്കുന്നുണ്ട്. പിന്നീട് നെവിൻ വിളിച്ച് നെവിൻ്റെ സുഹൃത്തുക്കളെ ആയിരിക്കും താൻ വിളിക്കാൻ പോകുന്നത്, തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കും. അങ്ങനെ എല്ലാവരും ഷാനവാസ് തൻ്റെ മകനെ ആയിരിക്കും വിളിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ആദില, നൂർ അവർക്ക് ബന്ധപ്പെട്ട അവരുടെ സുഹൃത്തുക്കളെ വിളിക്കും എന്ന് പറയുന്നുണ്ട്. ശേഷം അനുമോൾ വന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയും താൻ വിളിക്കാൻ പോകുന്നത് തൻ്റെ അച്ഛനെ ആയിരിക്കും. തൻ്റെ അച്ഛന് സുഖമില്ലാതെ ഇരിക്കുന്നു, മുട്ടിന് ഓപ്പറേഷനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും ചോദിക്കത്തില്ല, എനിക്കിപ്പോൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള ഒരു ഒറ്റ കാര്യം പോലും ഞാൻ ചോദിക്കത്തില്ല, എൻ്റെ അച്ഛൻ ഓക്കെ ആണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അനുമോൾ ഭയങ്കര ഇമോഷണലായിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നൂറ് ചെന്ന് കെട്ടിപ്പിടിച്ച് ആൾ സമാധാനിപ്പിക്കുന്ന. ഈ സമയത്ത് ആര്യൻ ഓടിച്ചെന്ന് ഞാനൊരു ബ്രദർലി ഹഗ് തരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും നെവിനും ചെയ്യുന്നു. അത് കാണാൻ നല്ല ഫണ്ണായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അനുമോൾ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് ആര്യനും ഷാനവാസും അക്ബറടക്കം ഒത്തിരി പേര് ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് പിന്നീട് ഒരു പ്രോബ്ലം ആകും മാറുമെന്നൊന്നും അറിയത്തില്ല. ഏതായാലും ആര്യൻ എന്തോ പറഞ്ഞ് ചിരിച്ചെന്നും പറഞ്ഞ് ഷാനവാസ് പിന്നീട് ഇങ്ങനെ അനുമോളുടെ അടുത്ത് ഓരോന്നും പറയുന്നതൊക്കെയായിട്ട് കാണിച്ചിരുന്നു. ഏതായാലും രാവിലെ മോർണിംഗ് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ കഴിഞ്ഞു.